Okay, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ നമുക്ക് നോക്കാം. കൺസിഡർ ദ പ്രോബ്ലം കൺസിസ്റ്റിംഗ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ നമ്മളിവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുമ്പോഴാണ് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. സോ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരണം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം ഇവിടെ പറയുന്ന ഫോമിലായിരിക്കണം. ജനറൽ ഫോം ഇങ്ങനെയാണ്: എൽ ഓഫ് വൈ പ്ലസ് phi of x is equal to 0. ഇതിനെ ly എന്നല്ല L of y എന്ന് വായിക്കും. where L is the script അല്ല കേട്ടോ എഴുതുന്നത്. where L is the differential operator defined as, ആ ഓപ്പറേറ്റർ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്: L is equal to d by dx of p into d by dx, okay, plus q. സോ L എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: d by dx of p into d by dx plus q. സോ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് പി ഇൻറ്റു ഡി ബൈ ഡി എക്സ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് പി ഇൻറ്റു ഡി ബൈ ഡി എക്സ്, ഇതിൽ പിയും ക്യൂ ഒക്കെ ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആണ്. വേണമെങ്കിൽ നമുക്ക് പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. പിയും ക്യൂവും ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആണ്. സോ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈ ഓപ്പറേറ്റർ നമ്മൾ അകത്തേക്ക് ഡി ബൈ ഡി എക്സ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. സോ എന്താണ്? പി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ്, അതെന്ത് വരും? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് അടുത്തത് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ്. സോ ഡി പി ബൈ ഡി എക്സ് ഇൻറ്റു സെക്കൻഡ് ടേം അതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് പ്ലസ് ഇ ക്യൂ. ഓക്കെ, സോ നമ്മൾ എൽ വൈ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് വരിക? എൽ വൈ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും വരിക? പി ഇൻറ്റു ഇവിടെ വൈ കൊടുക്കും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി പി ബൈ ഡി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ക്യൂ. സോ ഇതാണ് എൽ വൈ എന്ന് വരിക. ഇവിടെ അതാണ് ഇതിനെ ഓപ്പറേറ്റർ എന്ന് വിളിക്കുക. ഇവിടെ ജസ്റ്റ് നമ്മൾ ഏത് ക്വാണ്ടിറ്റിയുടെയാണ് ഡെറിവേറ്റീവ് എടുക്കുന്നതെന്ന് പറയത്തില്ല ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുമ്പോൾ. എൽ വൈ എന്ന് കൊടുക്കുമ്പോഴാണ് നമ്മൾ അവിടെ ആ ഓപ്പറേറ്റർ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് എൽ എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റി. സോ ഇത് ശ്രദ്ധിക്കുക, ഈ എൽ എന്താന്ന് അറിഞ്ഞിരിക്കണം. എൽ ഇസ് ഡി ബൈ ഡി എക്സ് ഓഫ് പി ഇൻറ്റു ഡി ബൈ ഡി എക്സ് പ്ലസ് ക്യൂ. അഥവാ നിങ്ങൾ എൽ വൈ എന്താണെന്ന് പറഞ്ഞാൽ എൽ വൈ നമ്മൾ എങ്ങനെ പറയും? ഇതിന്റെ എക്സ്പാൻഷൻ ഒന്നും ജസ്റ്റ് അറിയണ്ട, നിങ്ങൾ ഈ ഫോമിൽ പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. സോ എൽ വൈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും എടുക്കുക? ഡി ബൈ ഡി എക്സ് ഓഫ് പി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ. സോ എൽ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ജസ്റ്റ് ഓപ്പറേറ്റർ മാത്രമാണ് എഴുതിയത്. എൽ വൈ എന്ന് പറഞ്ഞാൽ അതിനെ ഡി ബൈ ഡി എക്സ് ഓഫ് പി ഇൻറ്റു ഇവിടെ വൈ കൊടുക്കുക ബ്രാക്കറ്റിനകത്ത് ഡി ബൈ ഡി എക്സിന്. സോ പി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ആണിത്. സോ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ വരും. സോ അതാണ് എൽ വൈ എന്നുകൊണ്ട് ഇവിടെ വരുന്ന ടേം. So a differential equation of form Ly plus phi of x is equal to 0 ആണ്, where L is the differential operator d by dx of p into d by dx plus q. Together with ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനും കൂടാതെ ഒരു ബൗണ്ടറി കണ്ടീഷനും ഉണ്ട്. ടുഗദർ വിത്ത് ഹോമോജനസ് ബൗണ്ടറി കണ്ടീഷൻസ് ഈച്ച് ഓഫ് ദി ഫോം. രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്, അതിന്റെ രണ്ടിന്റെ ഫോം ഇങ്ങനെയാണ്: ആൽഫ വൈ പ്ലസ് ബീറ്റ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 ഫോർ സം കോൺസ്റ്റന്റ്സ് ആൽഫ ആൻഡ് ബീറ്റ which are imposed at the end points of an interval a less than or equal to x less than or equal to b. രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്, രണ്ടിന്റെയും ജനറൽ ഫോം ഇതാണ്: ആൽഫ വൈ പ്ലസ് ബീറ്റ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ആൽഫയും ബീറ്റയും കോൺസ്റ്റന്റ്സ് ആണ്. ഈ ഇവിടെ ഒരു കണ്ടീഷനിലേ പറയുന്നുള്ളൂ, എന്നാൽ അവർ പറയുന്നുണ്ട് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. രണ്ടെണ്ണം എങ്ങനെയാണ് വരിക? ഈ രണ്ട് എൻ പോയിന്റ്സ്, ഈ ഇന്റർവെലിന്റെ രണ്ട് എൻ പോയിന്റ്സ് എന്താണ്? എയും ബിയും. സോ ഈ രണ്ട് എൻ പോയിന്റ്സിലാണ് ഈ ബൗണ്ടറി കണ്ടീഷൻസ് വരിക. മീൻസ് ഈ ബൗണ്ടറി കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് ജനറൽ ഫോം. എന്ത് വരും? ഇവിടെ ആൽഫ വൈ പ്ലസ് ബീറ്റ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആൽഫ വൈ ഓഫ് എക്സ് പ്ലസ് ബീറ്റ വൈ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നല്ലേ? സോ അത് എയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. ദാറ്റ് ഈസ് ആൽഫ വൈ ഓഫ് എ പ്ലസ് ബീറ്റ വൈ ഡാഷ് ഓഫ് എ ഈക്വൽ ടു 0. അതേപോലെ ആൽഫ വൈ ഓഫ് ബി പ്ലസ് ബീറ്റ വൈ ഡാഷ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇതാണ് ആ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് അവർ പറയുന്നത്. So ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ is Ly plus phi of x is equal to 0 together with the boundary conditions alpha y of a plus beta y dash of a equal to 0, alpha y of b plus beta y dash of b equal to 0. ഇതിൽ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഒക്കെ വേണമെങ്കിൽ 0 വാല്യൂ എടുക്കാം കേട്ടോ, പക്ഷെ രണ്ടും ഒരുമിച്ച് 0 എടുക്കില്ല. ഇപ്പൊ ആൽഫയും ബീറ്റയും ഒരുമിച്ച് 0 ആയി പോയാൽ ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസും 0 ഈക്വൽ ടു 0 എന്നായി പോകും. ബൗണ്ടറി കണ്ടീഷൻസ് ഇല്ല അവിടെ. സോ അതുകൊണ്ട് ആൽഫയ്ക്ക് വേണമെങ്കിൽ 0 ആകാം, അതേപോലെ ബീറ്റയ്ക്ക് വേണമെങ്കിൽ 0 ആകാം, പക്ഷെ രണ്ടും സൈമൾട്ടേനിയസ്ലി 0 ആകാൻ പാടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. ഇനി അതിന്റെ കറസ്പോണ്ടിങ് ഗ്രീൻസ് ഫംഗ്ഷൻ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ജനറൽ പ്രൊസീജിയർ ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. The function phi may be given
may be a given direct function of x, or it may phi എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാണ്? ഇവിടെ കണ്ടോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു phi of x ഉണ്ട്. ഇനി ആ phi എങ്ങനെയൊക്കെ വരാം എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. The function phi may be a given direct function of x. Phi എന്ന് പറയുന്നത് ജസ്റ്റ് എക്സിന്റെ മാത്രം ഫംഗ്ഷൻ ആകാം. Or it may also depend upon x indirectly by also involving the unknown function y of x, and so being expressible in the form. ഈ phi of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ജസ്റ്റ് ഫംഗ്ഷൻ ഓഫ് x മാത്രമാകാം. ഇനി അല്ലെങ്കിൽ അത് ഫംഗ്ഷൻ ഓഫ് x ആൻഡ് y of x വരാം. ഈ y യും ഈസ് എ ഫംഗ്ഷൻ ഓഫ് x ആണ്. സോ ഇത് ഇൻഡയറക്ട്ലി ഈ y യെയും ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ phi വരാം. അതായത് phi of x എന്ന് പറയുന്നത് phi of x y of x എന്നും വരാം. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് x ആൻഡ് ഓൾസോ y of x എന്നും വരാം phi. ചിലപ്പോൾ ഫംഗ്ഷൻ ഓഫ് x മാത്രമായിട്ട് വരാം, ചിലപ്പോൾ എക്സിന്റെയും y of x ന്റെയും ഫംഗ്ഷൻ ആയിട്ടും വരാം. ഇവിടെ നമ്മൾ ഈ phi of x എന്ന് എഴുതുന്ന ഫംഗ്ഷൻ. സോ രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ എക്സിന്റെ മാത്രം ഫംഗ്ഷൻ, അല്ലെങ്കിൽ എക്സും y of x കൂടിയിട്ടുള്ള ഫംഗ്ഷൻ ആയിട്ടും വരാം. ഓക്കെ. സോ ഇൻ ഓർഡർ ടു സോൾവ് ദിസ് പ്രോബ്ലം, നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗ്രീൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാനും ഫോർമുലയുണ്ട്. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ ജനറൽ ഫോം Ly plus phi of x equal to 0 എന്ന് പറയുന്ന ഫോമിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഗ്രീൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യുന്ന പറയുന്നത്, ആദ്യം ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. സോ ഇൻ ഓർഡർ ടു സോൾവ് ദിസ് പ്രോബ്ലം, ഫസ്റ്റ് ഫൈൻഡ് ഗ്രീൻസ് ഫംഗ്ഷൻ g. ക്യാപിറ്റൽ ലെറ്റർ g വെച്ചിട്ടാണ് ഗ്രീൻസ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുക. ഫോർ എ ഗിവൺ നമ്പർ ഖൈ, ഒരു പർട്ടിക്കുലർ ഒരു ഫിക്സഡ് നമ്പർ ഖൈക്കാണ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഈസ് ഡിഫൈൻഡ് ബൈ, ഇതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഈസ് ഈക്വൽ ടു g1 of x when x is less than chi, and g is defined as g2 of x when x is greater than chi. So first general ഇതിന്റെ ഫോർമാറ്റ്, ഈ ഫംഗ്ഷൻ ഇങ്ങനെ chi എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് x ലെസ് ദാൻ chi ആകുമ്പം ഈ g എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഫംഗ്ഷൻ g1 of x ആയിരിക്കും. അതേപോലെ x ഗ്രേറ്റർ ദാൻ chi ആകുമ്പം g എന്ന് പറയുന്ന ഗ്രീൻസ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം g2 of x ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ chi എന്ന് പറയുന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ഏത് ഇന്റർവെലിനെയാണ് ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ഇന്റർവെല് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. അതായത് x എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയ്ക്ക് വരുന്ന വാല്യൂ ആണ്. നമ്മൾ ഈ a b എന്ന് പറയുന്ന ആ ഇന്റർവെലിനെ, ക്ലോസ്ഡ് ഇന്റർവെലിനെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് ആണ്, ഏതോ ഒരു പോയിന്റ് ആണ് chi എന്ന് പറയുന്നത്. ആ പോയിന്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ എനിക്ക് എങ്ങനെ പറയാം, a to chi, ഈ എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ഒരു നമ്പർ ആണ് chi എങ്കിൽ എക്സ് നമുക്ക് ഈ ഇന്റർവെലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. എന്താണ്, a മുതൽ chi വരെ, അതേപോലെ chi മുതൽ b വരെ. സോ അതാണ് ഇവിടെ രണ്ടായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താണ്, a മുതൽ chi വരെ ഉള്ളിടത്ത് എന്തായിരിക്കും, എക്സിന്റെ വാല്യൂ ലെസ് ദാൻ chi, കാരണം x ലൈസ് ബിറ്റ്വീൻ a ആൻഡ് chi, ആ ഇന്റർവെൽ ആണ്. സോ അവിടെയാണ് x ലെസ് ദാൻ chi വരുന്നത്. അടുത്തത് x ലൈസ് ബിറ്റ്വീൻ chi ആൻഡ് b, അപ്പൊ എന്താണ്, എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ chi. ഓക്കെ, അങ്ങനെയാണ് ഇത് ആ a b എന്ന് പറയുന്ന ഇന്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്താണ് ശരിക്കും ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് g1 of x g2 of x എന്ന് വരും. നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ, എനിക്ക് അറിയില്ല എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന്. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ ആണ്. ഈ ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ g1 of x എന്താണ്, g2 of x എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, അത് ഈ ഗ്രീൻസ് ഫംഗ്ഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുക, ഈ g1 of x g2 of x ഒക്കെ. So ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രോപ്പർട്ടീസ്. So first property, the function g1 and g2 satisfy the equation LG equal to 0 in their intervals of definition. Okay. So ഈ function g1 ഉം g2 ഉം അതിന്റെ interval of definition means എന്താണ്, x less than chi ആകുമ്പോഴാണ് g1 എടുക്കുന്നത്, x greater than chi ആകുമ്പോഴാണ് g2 എടുക്കുന്നത്. So ഈ g1 ഉം g2 ഉം രണ്ട് ഫംഗ്ഷൻസും അത് പറയുന്ന ഇന്റർവെല്ലിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, LG ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ടു നമ്മുടെ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഓപ്പറേറ്റർ ആണ് ഈ L എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ Ly ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുന്നത്, അതിന് പകരം എന്താണ്, LG ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് എന്താണ്, Ly എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, g1 എന്ന് പറയുന്ന ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. എനിവേ ഇത് ശ്രദ്ധിക്കാൻ പറയാം. The function g1 and g2 satisfy the equation LG equal to 0 in their intervals of definition. That means എന്താണ്, LG1 equal to 0 ആയിരിക്കണം when x is less than chi. അങ്ങനെ ആവുന്ന g1 വേണം നമ്മൾ എടുക്കാൻ. അതേപോലെ LG2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്താണ്, g2 ഏത് ഇന്റർവെല്ലാണ് ഡിഫൈൻ ചെയ്ത്, x greater than chi. സോ ആ ഇന്റർവെല്ലിൽ LG2 0 ആയിരിക്കണം. ഓക്കെ,
ഇനി അതിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി ആണ് പറയുന്നത്. ഈ പ്രോപ്പർട്ടീസ് ശ്രദ്ധിക്കുക. നമ്മൾ ഇത് വെച്ചാണ് പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഈ G1 G2 ഒക്കെ കണ്ടുപിടിക്കുക. So the function g satisfies the homogeneous conditions prescribed at the end points x equal to a and x equal to b. അതേപോലെ നമ്മൾ പറഞ്ഞു ALG എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതുപോലെ ഈ ഫംഗ്ഷൻ g എന്താണ്? ഫംഗ്ഷൻ g satisfies the homogeneous conditions prescribed at the end points x equal to a and x equal to b. അതേപോലെ ഈ ഗ്രീൻസ് ഫംഗ്ഷൻ ഈ രണ്ട് ഹോമോജനസ് കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇവിടെ രണ്ട് ഹോമോജനസ് കണ്ടീഷൻസ് ഇല്ലേ, ഈ പറയുന്ന ബൗണ്ടറി കണ്ടീഷൻസ്, ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആണ്. എക്സ് ഈക്വൽ ടു എയിലും എക്സ് ഈക്വൽ ടു ബിയിലും രണ്ട് കണ്ടീഷനും ദ ഫംഗ്ഷൻ ജി സാറ്റിസ്ഫൈ ആണ്. അതായത് എക്സ് ഈക്വൽ ടു എയിൽ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അത് ഏത് ഫംഗ്ഷൻ ആണ്? എക്സ് ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ഇന്റർവൽ ആണ് വരുന്നത്. G1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. കാരണം എക്സ് ലെസ് ദാൻ ഖൈ. സോ എക്സ് ലെസ് ദാൻ ഖൈ എന്ന് പറയുമ്പോൾ എയ്ക്കും ഖൈക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് എക്സ്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു എ എടുക്കുന്നത് ഏതാണ്? G1 ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അതാണ് നെക്സ്റ്റ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് G1 സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ പ്രിസ്ക്രൈബ്ഡ് അറ്റ് എക്സ് ഈക്വൽ ടു എ. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് G1 ആയിരിക്കണം. അതേപോലെ G2 സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ അറ്റ് എക്സ് ഈക്വൽ ടു ബി. G2 സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷനിൽ നിന്നും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ടാണ് G1 ഉം G2 ഉം കണ്ടുപിടിക്കുന്നത്. അത് നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. നമ്മൾ G1 ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് ഈ LG ഈക്വൽ ടു അഥവാ LY ഈക്വൽ ടു 0. നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ ഈ LY എന്ന് പറയുന്ന പാർട്ട് മാത്രം എടുക്കും. എന്നിട്ട് LY ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് നമുക്കത് സാധാരണ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വരുന്നത്. നിങ്ങൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ രണ്ട് സൊല്യൂഷൻസ് അവിടെ കിട്ടും. മിക്കവാറും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ രണ്ട് സൊല്യൂഷൻ നമുക്ക് അവിടെ കിട്ടും. സോ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ G1 എന്ന് വിളിക്കും. അതേപോലെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനെ നമ്മൾ G2 എന്ന് എടുക്കും. അങ്ങനെയാണ് G1 ഉം G2 ഉം കണ്ടുപിടിക്കുക. അത് പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഗ്രീൻസ് ഫംഗ്ഷന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ആണ് ദ ഫംഗ്ഷൻ G is continuous at x equal to chi. x equal to chiയിൽ ഈ G എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ ഈ chi എന്ന് പറയുന്ന വാല്യൂ വെച്ചാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇന്റർവെലിനെ. x equal to chiയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ G1 ഉം G2 ഉം x equal to chiയിൽ സെയിം ആയിരിക്കും. G1 ഓഫ് chi ഉം G2 ഓഫ് chi ഉം സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ G എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് x equal to chi ആവും. കാരണം എന്താ? x equal to chi കണ്ടിന്യൂസ് ആണെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും x ലെസ് ദാൻ chi എന്ന് പറയുന്ന സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും റൈറ്റ് സൈഡിൽ നിന്ന് കൈയിലേക്ക് അപ്രോച്ച് ചെയ്താലും എന്താണ്? സെയിം വാല്യൂ ആയിരിക്കണം ലിമിറ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷൻസും G1 ഓഫ് chi ഉം G2 ഓഫ് chi ഉം എക്സിന് പകരം chi കൊടുത്താൽ ഈ രണ്ട് ഫംഗ്ഷൻസും സെയിം ആയിരിക്കണം. സോ അതാണ് പറയുന്നത്. The function G is continuous at x equal to chi എന്ന് പറഞ്ഞാൽ that implies എന്താണ്? G1 of chi equal to G2 of chi ആയിരിക്കും. അതേപോലെ ഫോർത്ത് പ്രോപ്പർട്ടി, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഈ നാല് പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നാല് ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ G എന്ന് പറയുന്ന ഗ്രീൻസ് ഫംഗ്ഷൻ. The derivative of G has a discontinuity of magnitude -1 by P of chi at the point x equal to chi. സോ ഈ ഡെറിവേറ്റീവ് ഓഫ് G എന്ന് പറയുന്ന ഗ്രീൻസ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ആ ഡിസ്കണ്ടിന്യൂറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് പറയുന്നത്. ഡിസ്കണ്ടിന്യൂറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് -1 by P of chi ആയിരിക്കും. അറ്റ് ദ പോയിന്റ് ആ ഡിസ്കണ്ടിന്യൂറ്റി ഡെറിവേറ്റീവ് ഓഫ് ജിക്ക് ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന പോയിന്റ് ഏതാണ്? x equal to chi. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, G എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് അറ്റ് x equal to chi ആണ്. എന്നാൽ ഡെറിവേറ്റീവ് ഓഫ് G is ഡിസ്കണ്ടിന്യൂസ് അറ്റ് x equal to chi ആണ്. ആ ഡിസ്കണ്ടിന്യൂറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് -1 by P of chi. ഈ P of chi എവിടുന്ന് കിട്ടി? നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ P of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇല്ലേ, ഈ L എന്ന് പറയുന്ന ഓപ്പറേറ്ററിനകത്ത് ഈ P എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് x ആണ്. സോ P of x ആണ് ഈ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ എക്സിന് പകരം chi കൊടുക്കുന്നതാണ് P of chi എന്ന് പറയുന്നത്. സോ ആ ഡിസ്കണ്ടിന്യൂറ്റി -1 by P of chi ആണ്. ഇനി ആ ഡിസ്കണ്ടിന്യൂറ്റി, ഈ ഡെറിവേറ്റീവ് ഓഫ് ജിക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് x equal to chi എന്ന് പറഞ്ഞാൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഇങ്ങനെയാണ്: G2 dash of chi. G2 dash of chi അതായത് G2 ന്റെ ഡെറിവേറ്റീവ് at x equal to chi. സോ G2 dash of chi minus G1 dash of chi, അതാണ് ആ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? -1 by P of chi. സോ ഈ നാല് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ സൊല്യൂഷൻ G of x chi എന്ന് പറയുന്ന ഗ്രീൻസ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ. ഈ നാല് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ G of x chi എന്ന് പറയുന്ന ഗ്രീൻസ് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ
നമുക്ക് തന്നിരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടല്ലോ ly plus phi of x equal to 0 satisfying the two boundary conditions. ആ ബൗണ്ടറി കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ y ആണല്ലോ. ആ y എനിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ഇൻ ടേംസ് ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ. സൊല്യൂഷൻ y of x is equal to ഈ ഫോമിലേക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടാൻ. സോ y of x is equal to ഇന്റഗ്രൽ ഫ്രം a to b. ഇവിടെ ശ്രദ്ധിക്കുക ബൗണ്ടറി പോയിന്റ്സ് ആണ് എയും ബിയും. സോ ഇന്റഗ്രൽ ഫ്രം a to b g of x chi ഗ്രീൻസ് ഫംഗ്ഷൻ കൊടുക്കുന്നു. g of x chi into phi of chi d chi. ഈ phi of chi എവിടുന്ന എഴുതുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നിരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇവിടെ phi of x ഇല്ലേ എക്സിന് പകരം chi വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് വേണം ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എക്സിന് പകരം chi വെച്ച് റീപ്ലേസ് ചെയ്ത്. സോ ദ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് വരും? y of x is integral a to b g of x chi phi of chi d chi. Provided phi is a given direct function of x. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ കിട്ടും എപ്പോഴാണ്? ഞാൻ പറഞ്ഞു phi എന്ന് പറയുന്ന ഫംഗ്ഷന് രണ്ട് രീതിയിൽ വരാം. ഓക്കെ, ഇവിടെ പറഞ്ഞത് കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്? phi എന്ന് പറയുന്ന ഫംഗ്ഷൻ രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ എന്താണ് ഗിവൺ ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ്, ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമായിട്ട്, അല്ലെങ്കിൽ എക്സും y ഓഫ് എക്സും വരാം. സോ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ phi ഓഫ് chi എക്സിന് പകരം chi കൊടുത്ത് റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ phi ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സ് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ chi മാത്രമേ അതിനകത്ത് വേരിയബിൾ ഉള്ളൂ phi ഓഫ് chiയിൽ. എന്നാൽ phi എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സും y ഓഫ് എക്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിന്റെ മാത്രം ഫംഗ്ഷൻ അല്ല phi എന്ന് പറയുന്ന y ഓഫ് chi എന്ന് കൂടി വരും. നമ്മുടെ സൊല്യൂഷൻ എന്താണ്? നമുക്ക് y ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഈ ഇന്റഗ്രൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈക്കകത്ത് y ഓഫ് എക്സ് ഉണ്ടെങ്കിൽ ഇവിടെ y വീണ്ടും വരും. സോ നമുക്കിവിടെ കിട്ടുന്നത് കറസ്പോണ്ടിങ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷനെ നമുക്ക് കിട്ടും. phi എന്ന് പറയുന്നതിനകത്ത് y ഓഫ് എക്സും കൂടി ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ഫൈക്കകത്ത് എക്സ്, phi is a function of എക്സ് മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ കിട്ടും. y of x is equal to some function of x ആയിട്ടല്ലേ നമുക്ക് സൊല്യൂഷൻ കിട്ടും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ. നമുക്ക് ഈ ഇന്റഗ്രൽ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. ഇതിനകത്ത് y ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇത് നമുക്ക് സൊല്യൂഷൻ, ഇപ്പൊ y of x is equal to നമുക്ക് ചിലപ്പോൾ sin x എന്നായിരിക്കാം സൊല്യൂഷൻ കിട്ടുക, അല്ലെങ്കിൽ sin x plus cos x എന്നായിരിക്കാം കിട്ടുക, അല്ലെങ്കിൽ x into 1 minus x. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് നമുക്ക് ആ y എന്താണോ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ, നിങ്ങൾ സാധാരണ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ കിട്ടും. phi is a function of x മാത്രമാണെങ്കിൽ, അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. When the function g of x chi exists, the solution of the problem is given by y of x is equal to integral a to b g of x chi phi of chi d chi, provided phi is a given direct function of x. Phi is only a function of x ആണെങ്കിൽ നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഇവിടെ കിട്ടും. Otherwise, it consists of an equivalent integral equation of the problem when phi involves y. ഫൈക്കകത്ത് വൈയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇന്റഗ്രൽ ഇക്വേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, ഇന്റഗ്രേറ്റ് ചെയ്ത് ഇന്റഗ്രൽ ഇക്വേഷൻ ആക്കാൻ നമ്മളൊരു പ്രൊസീജിയർ പഠിച്ചു. ആ പ്രൊസീജിയറിൽ അല്ലാതെയും നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ, ഞാൻ ഈ പറഞ്ഞ ഫോമിലാണെങ്കിൽ ly plus phi of x is equal to 0, അതേപോലെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ്, അവിടെ നമുക്ക് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിരിക്കരുത്, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആയിരിക്കണം. സോ അങ്ങനെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ ആയിരിക്കുമല്ലോ നമുക്ക് ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക. അതിനെ നമുക്ക് ഈ രീതിയിൽ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ച് ഇങ്ങനെയും നമുക്ക് ചെയ്യാം, ഇന്റഗ്രൽ ഇക്വേഷൻ ആക്കാം. അത് മറ്റൊരു മെത്തേഡാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഈ ജി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ജി എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ 4 പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണെന്ന്. ഈ 4 പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ജി ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അതിന്റെ തിയറിയാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, സോ അതും കൂടെ അറിഞ്ഞാലേ നമുക്ക് ആ ജി കണ്ടുപിടിച്ചിട്ട് ഗ്രീൻസ് ഫംഗ്ഷൻ എഴുതി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇതിനുശേഷം ഒരു പ്രോബ്ലം ഉണ്ട്, അതും കൂടെ പറയുമ്പോൾ ക്ലിയർ ആവും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ടു ഡിറ്റർമിൻ ജി, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞു എന്താണ് ഈ 4 പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ്. ആദ്യം ഞാൻ ഈ 2 പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പോവാണ്. ജി എന്ന് പറയുന്ന ഈ ഗ്രീൻസ് ഫംഗ്ഷൻ നമ്മൾ G1 G2 ആയിട്ട് 2 ഇന്റർവൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് എഴുതുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ജി എന്ന് പറയുന്നത് എന്താണ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഈ ബൗണ്ടറി LG1 equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം.
സോ G1 എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ നോക്കിയാൽ ഈ രണ്ട് ആദ്യത്തെ പ്രോപ്പർട്ടി നോക്കിയാൽ LG1 ഈക്വൽ ടു 0 ആയിരിക്കണം. അതേപോലെ സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തും കൂടെ കിട്ടും, G1 സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ പ്രിസ്ക്രൈബ്ഡ് അറ്റ് x ഈക്വൽ ടു a. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷനും കൂടെ G1 സാറ്റിസ്ഫൈ ആണ്. സോ അങ്ങനെയാണ് നമ്മൾ G1 ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ആ ഫംഗ്ഷനെ ഞാൻ G1 എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ അഥവാ അതിനെ ഞാൻ u of x എന്ന് വിളിക്കുകയാണ്. Let y equal to u of x be a non-trivial solution. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Non-trivial solution of the associated equation Ly equal to 0 which satisfies the prescribed homogeneous condition at x equal to a. Okay. ഈ ഞാൻ നേരത്തെ പറഞ്ഞു LG1 equal to 0 ആയിരിക്കണം. അത് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷനും സാറ്റിസ്ഫൈ ആണ്, അതായത് x equal to a യില്. സോ അങ്ങനെ അതായത് LG1 പകരം ജനറൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, Ly equal to 0. Ly equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതേപോലെ അത് ഫസ്റ്റ് ഹോമോജനസ് കണ്ടീഷനും സാറ്റിസ്ഫൈ ആണ്. അങ്ങനെയുള്ള ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് y equal to u of x എന്ന് നിങ്ങൾ വിചാരിക്കുക. അതിനെ ഞാനിപ്പോ G1 എന്ന് വിളിക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് Ly equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. കൂടാതെ ആ y x equal to a യിലെ ഹോമോജനസ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ആ ഫംഗ്ഷനെ ഞാൻ u of x എന്ന് പറഞ്ഞു കൊടുത്തു, y equal to u of x എന്ന് വിളിച്ചു. അതേപോലെ G2 എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈ LG2 equal to 0 എന്ന് പറയുന്ന ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം, സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതിനെ ഞാൻ y equal to v of x എന്ന് കൊടുത്തു ആ ഫംഗ്ഷന്. സോ y equal to v of x be a non-trivial solution of the associated equation Ly equal to 0 which satisfies the prescribed homogeneous condition at x equal to b. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഇക്വേഷന്റെ സൊല്യൂഷനും ആയിട്ടുള്ള ഫംഗ്ഷനെ ഞാൻ y equal to v of x എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു, v of x ആയിട്ട്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ Ly equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന Ly equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ y equal to 0 ആണെങ്കിൽ ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ എനിക്ക് വേണ്ടുന്ന ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ. സോ നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുന്ന സൊല്യൂഷൻ നോൺ ട്രിവിയൽ ആയിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, 0 വരുന്ന സൊല്യൂഷൻ എടുത്തിട്ട് കാര്യമില്ല. The conditions 1 and 2 in properties of G are satisfied if we write. ഇനി നമുക്ക് എന്താണ്, ഞാൻ പറഞ്ഞു രണ്ട് കണ്ടീഷൻ, നമ്മൾ പറഞ്ഞ ആ രണ്ട് കണ്ടീഷൻസ് വെച്ചാണ് നമ്മൾ y equal to u of x ആയിട്ടും y equal to v of x ആയിട്ടും നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, the conditions 1 and 2 in properties of G are satisfied if we write. ഞാൻ പറഞ്ഞു നമ്മൾ ആ പ്രോപ്പർട്ടീസ് ഓഫ് G കണ്ടു, അതിൽ നിന്നാണ് LG1 0 ആയിരിക്കണം, ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ നിന്നാണ് ഞാൻ അങ്ങനെയുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ y equal to u of x എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ u of x ന്റെ ഏതൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഈ ഡിഫറൻഷ്യൽ Ly equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനും ആവും, ഫസ്റ്റ് ഹോമോജനസ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഞാൻ G1 ആയിട്ട് ചൂസ് ചെയ്യുന്നത് അതിന്റെ ഒരു u of x ന്റെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിനെയാണ്. കാരണം അതും ആ രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. സോ G1 ആയിട്ട് ഞാൻ C1 സം കോൺസ്റ്റന്റ് C1 into u of x എന്ന് എടുക്കുന്നു. G2 ആയിട്ട് ഞാൻ എന്തെടുക്കുന്നു, അതേപോലെ ഈ v of x ന്റെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ. സോ G2 is C2 into v of x. C1 and C2 are constants. So that G എനിക്ക് എങ്ങനെ എഴുതാം, G എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയത് G1 of x when x is less than high and G2 of x when x is greater than high. So G1 ന് പകരം C1 u of x എന്ന് കൊടുക്കുന്നു, G2 ന് പകരം C2 v of x എന്ന് എഴുതുന്നു. ഇനി നമുക്ക് ഈ C1 ഉം C2 ഉം ഈ രണ്ട് കോൺസ്റ്റന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ആ രണ്ട് കോൺസ്റ്റന്റ്സ് ഞാൻ കണ്ടുപിടിക്കുന്നത് ഈ മൂന്നാമത്തെയും നാലാമത്തെയും പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ്. അതായത് the function g is continuous at x equal to high എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും, അതേപോലെ ഡെറിവേറ്റീവിന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വെച്ചു. സോ ഈ തേർഡ് പ്രോപ്പർട്ടി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, തേർഡ് പ്രോപ്പർട്ടി ഫംഗ്ഷൻ g is continuous at x equal to high, അതിൽ നിന്ന് കിട്ടുന്നത് g1 of high equal to g2 of high എന്നല്ലേ. അതായത് എനിക്ക് g2 of high minus g1 of high എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം, 0 ആയിട്ട് എടുക്കാം. സോ അതാണ് ഞാൻ തേർഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. കണ്ടീഷൻ 3 gives g2 of high minus g1 of high equal to 0. സോ ഇതിൽ നിന്ന് g2 of high എന്താണ്, g2 നമ്മൾ എഴുതിയിട്ടുണ്ട്, g2 of x ആണ് ഈ c2 into v of x. സോ g2 of high എന്ത് വരും, c2 into v of high, that is c2 into v of high minus similarly g1 of high എന്ത് വരും, c1 into u of high equal to 0 എന്ന് കിട്ടും. ഓക്കെ, കണ്ടീഷൻ 3യിൽ നിന്ന് ഞാൻ ഇങ്ങനെ എഴുതി. ഇനി കണ്ടീഷൻ 4 പറയുന്നത് എന്താണ്, കണ്ടീഷൻ 4 പറയുന്നത് g2 dash of high minus g1 dash of high is equal to minus 1 by p of high.
സോ ഇനി കണ്ടീഷൻ 4 ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. g2 dash of chi minus g1 dash of chi is minus 1 by p of chi. ഈ g2 dash of chi എന്ത് വരും? g2 എന്ന് പറയുന്നത് c2 into v of x ആ. g2 dash of x എന്ത് വരും? c2 into v dash of x. So g2 dash of chi എനിക്ക് എങ്ങനെ എഴുതാം? c2 into v dash of chi. Similarly g1 dash of chi എങ്ങനെ എഴുതാം? c1 into u dash of chi. That is equal to minus 1 by p of chi. Okay. ഇപ്പൊ നിങ്ങൾക്ക് C1 ഉം C2 ഉം ഇൻവോൾവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കണം? C1 ഉം C2 ഉം കണ്ടുപിടിക്കണം. ഓക്കെ. സോ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു റോൺസ്കിയൻ എന്ന് പറയുന്നത്, റോൺസ്കിയൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? റോൺസ്കിയൻ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ്. ഓക്കെ. സോ റോൺസ്കിയൻ എഴുതുകയാണ്. ഈ യു വി എന്ന് പറയുന്ന ഫംഗ്ഷൻസിന്റെ സൊല്യൂഷൻസ് ആണല്ലോ ഈ യു വി. നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് Ly = 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന്റെ സൊല്യൂഷൻസ് ആണല്ലോ ഈ യും വിയും. സോ ഈ യുടെയും വിയുടെയും റോൺസ്കിയൻ ഞാൻ എഴുതുകയാണ്. സോ W റോൺസ്കിയൻ ഓഫ് u ഓഫ് chi v ഓഫ് chi ആണ് എടുക്കുന്നത്. u ഓഫ് x v ഓഫ് x ആണ് നമ്മുടെ ഫംഗ്ഷൻസ്. എന്നാൽ ഞാൻ റോൺസ്കിയൻ ഇൻ ടേംസ് ഓഫ് ദ വേരിയബിൾ chi ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ u ഓഫ് chi v ഓഫ് chi യുടെ റോൺസ്കിയൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ u ഓഫ് chi v ഓഫ് chi, സെക്കൻഡ് റോ ആയിട്ട് അതിന്റെ ഡെറിവേറ്റീവ് u dash of chi v dash of chi. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? u of chi into v dash of chi minus v of chi into u dash of chi എന്ന് കിട്ടും. ഓക്കെ. അതിനുശേഷം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ദ സിസ്റ്റം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആണ്. ഈ C1 ഉം C2 ഉം ഇൻവോൾവ് ചെയ്യുന്ന ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഈ C1 ഉം C2 ന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്നത് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ u of chi v of chi ഒക്കെ ഇല്ലേ കോഎഫിഷ്യൻസ് ആയിട്ട് വരിക. സെക്കൻഡ് ഇക്വേഷനിൽ v ഡാഷും അതേപോലെ മൈനസ് u dash of chi. ഓക്കെ. സോ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഒരു യുണീക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് എപ്പോഴാണ്? കറസ്പോണ്ടിങ് കോഎഫിഷ്യൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴല്ലേ? നമ്മൾ ലീനിയർ ആൾജിബ്ര പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു സിസ്റ്റം ഓഫ് Ax = b എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നാൽ ഡിറ്റർമിനന്റ് ഓഫ് A നോൺ സീറോ ആണെങ്കിലാണ് അവിടെ യുണീക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കിട്ടിയത് C2 v of chi minus C1 u of chi = 0, C2 v dash of chi minus C1 u dash of chi is equal to minus 1 by p of chi. ഇവിടെ ഞാൻ A എന്ന് പറയുന്നത് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആക്കി എഴുതിയാൽ എന്താണ് കോഎഫിഷ്യന്റ് വരിക? v of chi minus u of chi, അതേപോലെ v dash of chi minus u dash of chi. സോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. v of ഡിറ്റർമിനന്റ്, ആ ഡിറ്റർമിനന്റ് A എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇങ്ങനെയല്ലേ വരിക? v of chi minus u of chi v dash of chi minus u dash of chi. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് v of chi into u dash of chi, മൈനസ് ഓഫ് മൈനസ് അടുത്ത് പ്ലസ് വരും, പ്ലസ് u of chi into v dash of chi. സോ ഇത് തന്നെയല്ലേ ഞാൻ ഈ ഡിറ്റർമിനന്റ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് മാറ്റി എഴുതിയിരിക്കുന്നത് ഇവിടെ u of chi v of chi. റോൺസ്കിയൻ ആയിട്ട് എഴുതുമ്പോഴും നിങ്ങൾ ഇവിടെ കിട്ടുന്ന ഇത് തന്നെയല്ലേ? നോക്കുക, u of chi v dash of chi, ഇവിടെയും u of chi v dash of chi, അതേപോലെ മൈനസ് v of chi u dash of chi, മൈനസ് v of chi u dash of chi. സോ നിങ്ങൾ ഈ കോഎഫിഷ്യന്റ് ഡിറ്റർമിനന്റ് ഇങ്ങനെ എഴുതുന്നതിന് പകരം കറസ്പോണ്ടിങ് റോൺസ്കിയൻ ഡിറ്റർമിനന്റ് എടുത്താലും സെയിം തന്നെയാണ് ഡിറ്റർമിനന്റ് വാല്യൂ വരിക. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയുക ഡിറ്റർമിനന്റ് A എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കണം. ഓക്കെ. സോ ഡിറ്റർമിനന്റ് A എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് പകരം എനിക്ക് ഏത് പറഞ്ഞാലും മതി, റോൺസ്കിയന്റെ വാല്യൂ നോൺ സീറോ ആണെന്ന് പറഞ്ഞാലും മതി. കാരണം കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതും റോൺസ്കിയൻ എടുക്കുന്നതും സെയിം വാല്യൂ ആണ്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് ദ സിസ്റ്റം possess a unique solution if the Wronskian does not vanish. ഓക്കെ. ഈ റോൺസ്കിയൻ വാനിഷ് ചെയ്യാത്തത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ യുവും വിയും ലീനിയർലി, ഇത് റോൺസ്കിയൻ ഓഫ് യു ആൻഡ് വി അല്ലേ നിങ്ങളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ രണ്ട് ഫംഗ്ഷൻസിന്റെ റോൺസ്കിയൻ നോൺ സീറോ ആകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ആ ഫംഗ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകുമ്പോഴാണ്. സോ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സിസ്റ്റം possess a unique solution if the Wronskian does not vanish. The Wronskian cannot vanish unless the functions u and v are linearly dependent. അതായത് ആ ഫംഗ്ഷൻസ് രണ്ടും ലീനിയർലി ഡിപെൻഡന്റ് ആണെങ്കിൽ റോൺസ്കിയൻ സീറോ ആവും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ യുണീക് സൊല്യൂഷൻ കിട്ടും. റോൺസ്കിയൻ ഡസ് നോട്ട് വാനിഷ് ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. റോൺസ്കിയൻ വാനിഷ് ചെയ്യുന്നത് ഈ യുവും വിയും ലീനിയർലി ഡിപെൻഡന്റ് ആവുന്ന കേസിലാണ്. അല്ലാത്ത കേസിലൊന്നും റോൺസ്കിയൻ വാനിഷ് ചെയ്യില്ല. ഓക്കെ. സോ നമ്മൾ അത് പറഞ്ഞു. ഈ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ കിട്ടുന്നത് C1 ഉം C2 ഉം നമുക്ക് യുണീക് വാല്യൂസ് കിട്ടുന്നത് റോൺസ്കിയൻ വാനിഷ് ചെയ്യാത്തപ്പോഴാണ്.
ഇനി അക്കോർഡിംഗ് ടു ഏബിൾസ് ഫോർമുല, ഈ നെക്സ്റ്റ് ഞാൻ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഏബിൾസ് ഫോർമുലയാണ്. ഏബിൾസ് ഫോർമുല പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഓഡിക്കകത്ത് ഏബിൾസ് ഫോർമുല പഠിച്ചിട്ടുണ്ടോ കഴിഞ്ഞ സെമ്മില്? ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഏബിൾസ് ഫോർമുല എന്ന് പറയുന്നത് u of chi into v dash of chi minus v of chi into u dash of chi is equal to a by p of chi എന്ന് കിട്ടും. Where a is a constant independent of chi. ഈ a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് chi ആണ്. ഇവിടെ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റോൺസ്കിയൻ ഓഫ് എന്താണ് u of chi v of chi ആണ്. ശ്രദ്ധിക്കുക, കണ്ടോ, u of chi into v dash of chi minus v of chi into u dash of chi. ഈ സെയിം വാല്യൂ ആണ് ഞാൻ ഇവിടെ LHS ആയിട്ട് എഴുതിയിരിക്കുന്നത്, u of chi into v dash of chi minus v of chi into u dash of chi. So this quantity is equal to a by p of chi എന്ന് എക്സ്പ്രസ് ചെയ്യാം എന്നാണ് ഏബിൾസ് ഫോർമുല പറയുന്നത്. വേറെ a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് chi. Okay, so from this relation the solution of the system is, അങ്ങനെ ആണെങ്കിൽ ഈ റിലേഷനിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം C1 ഉം C2 ഉം കണ്ടുപിടിക്കാൻ പറ്റും. അത് കിട്ടുന്ന ഇങ്ങനെയാണ്, C1 is minus V of chi by A and C2 is minus U of chi by A. ഓക്കെ, ഇതിൽ നിന്ന് ഇത് ഉപയോഗിച്ച് സോൾവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ആ സൊല്യൂഷൻ സോൾവ് ചെയ്തെടുക്കുന്ന എങ്ങനെയൊന്നും നിങ്ങളുടെ സിലബസിലില്ല. സോ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ സൊല്യൂഷൻ ആണോ, നമുക്ക് രണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. ഏതാണ് ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസ്, ഈ രണ്ട് ഇക്വേഷൻസിലും C1 ഉം C2 ആയിട്ട് ഞാൻ ജസ്റ്റ് ആ വാല്യൂസ് കൊടുത്ത് C1 മൈനസ് വി ഓഫ് കൈ ബൈ എ, C2 മൈനസ് യു ഓഫ് കൈ ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. കണ്ടോ, ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കുക 0 കിട്ടും. അതേപോലെ സെക്കൻഡ് ഇക്വേഷൻ എടുത്തിട്ട് ഞാൻ C1 ഉം C2 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഇക്വേഷൻ ഡയറക്റ്റ് 0 എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടേണ്ടത് അതിന്റെ ലെഫ്റ്റ് സൈഡ് -1 ബൈ പി ഓഫ് കൈ എന്ന്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്നിട്ട് -1 ബൈ എ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. ഇവിടുന്ന് -1 ബൈ എ ഔട്ട് സൈഡ് എടുത്താൽ എനിക്ക് കിട്ടുന്നത് എന്താണ്, u ഓഫ് കൈ വി ഡാഷ് ഓഫ് കൈ മൈനസ് വി ഓഫ് കൈ യു ഡാഷ് ഓഫ് കൈ. അതാണ് ഈ ഏബിൾസ് ഫോർമുലയിലെ a ബൈ പി ഓഫ് കൈ. സോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, -1 ബൈ എ ഇൻറ്റു ആ ക്വാണ്ടിറ്റി a ബൈ പി ഓഫ് കൈ വരും. സോ എയും എയും ക്യാൻസൽ ആയി പോയി -1 ബൈ പി ഓഫ് കൈ വരും. അങ്ങനെയാണ് ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഈ സിസ്റ്റം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ C1 ഉം C2 ആയിട്ട് ഈ വാല്യൂസ് കിട്ടുന്നത്. സോ ഇത് ഞാൻ ജസ്റ്റ് ആ രണ്ട് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് സൊല്യൂഷൻ ആണ്, ആ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു ഈ C1 ഉം C2 എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നതാണ്. സോ ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക, C1 ഉം C2 ഉം വേണ്ട, ഇത് നിങ്ങൾക്ക് അറിയാനില്ല, ജസ്റ്റ് ഇപ്പം C1 ഉം C2 ഇങ്ങനെ എടുക്കണം എന്ന് അറിഞ്ഞിരിക്കുക. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് g ഓഫ് എക്സ് കൈ എഴുതാമല്ലോ. g ഓഫ് എക്സ് കൈ നമുക്ക് എങ്ങനെ എഴുതാം? സോ g ഓഫ് എക്സ് കൈ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ എന്തായിരുന്നു, C1 u ഓഫ് എക്സ്, C2 v ഓഫ് എക്സ് എന്നാണ്. അതിൽ C1 നമ്മൾ കണ്ടുപിടിച്ചു, C2 കണ്ടുപിടിച്ചു. സോ C1 ഉം C2 ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് g ഓഫ് എക്സ് കൈ. നിങ്ങൾ നോക്കിയാൽ മതി, g ഓഫ് എക്സ് കൈയിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് C1 u ഓഫ് എക്സ് എന്നായിരുന്നു G1 ന്റെ വാല്യൂ. C1 എന്താ കിട്ടിയ, -v ഓഫ് കൈ ബൈ എ. സോ -v ഓഫ് കൈ ബൈ എ ഇൻറ്റു യു ഓഫ് എക്സ്. സോ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം, -1 ബൈ എ യു ഓഫ് എക്സ് വി ഓഫ് കൈ. അടുത്തത് C2 v ഓഫ് എക്സ്. C2 എന്ന് പറയുന്നത് -u ഓഫ് കൈ ബൈ എ. സോ -u ഓഫ് കൈ ബൈ എ വി ഓഫ് എക്സ്. സോ അതാണ് C1 g ഓഫ് എക്സ്, C2 u ഓഫ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ g ഓഫ് എക്സ് കൈ എഴുതിയപ്പോൾ എഴുതിയിരിക്കുന്ന ഓർഡർ ശ്രദ്ധിക്കുക, ആദ്യം u പിന്നെ v, -1 ബൈ എ യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് കൈ വെൻ എക്സ് ഇസ് ലെസ് ദാൻ കൈ. ഇത് തന്നെയാണ് താഴത്ത് വരുമ്പോൾ നോക്കുക, യു ഓഫ് എക്സ് ആയിരുന്നത് ഇവിടെ വരുമ്പോൾ യു ഓഫ് കൈ ആയി, വി ഓഫ് കൈ ആയിരുന്നത് താഴത്ത് വന്നപ്പോൾ വി ഓഫ് എക്സ് ആയി. അതായത് കൈയും എക്സും തമ്മിൽ ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്ത ക്വാണ്ടിറ്റി ആണ് താഴെ വരുന്നത്. നിങ്ങൾ ഈ ഗ്രീൻസ് ഫംഗ്ഷൻ എന്താണ് എന്ന് കാണാതെ പഠിച്ചു നോക്കണം. നമ്മൾ പ്രോബ്ലംസിൽ ഈ ഫോമിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഗ്രീൻസ് ഫംഗ്ഷൻ എഴുതുകയാണ് ചെയ്യുന്നത്. സോ g ഓഫ് എക്സ് കൈ ഈസ് ഈക്വൽ ടു ഇതാണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് കണ്ടിട്ട് പേടിക്കണ്ട, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, വളരെ സിമ്പിൾ ആണ്. Where a is a constant independent of x and chi. ഇനി a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഇതിനകത്തൊരു കോൺസ്റ്റന്റ് a വരുന്നില്ലേ, അതെങ്ങനെയാണ് കിട്ടുന്നത്? Where a is a constant independent of x and chi determined from the relation. നമ്മൾ ഓൾറെഡി ഏബിൾസ് ഫോർമുല പറഞ്ഞിട്ടുണ്ട്. ഏബിൾസ് ഫോർമുല ഇതായിരുന്നു, u ഓഫ് കൈ ഇൻറ്റു വി ഡാഷ് ഓഫ് കൈ മൈനസ് വി ഓഫ് കൈ ഇൻറ്റു യു ഡാഷ് ഓഫ് കൈ ഈക്വൽ ടു a ബൈ പി ഓഫ് കൈ. ആ ഫോർമുലയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ഇതിൽ നിന്നാണ് a കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഈ ലെഫ്റ്റ് സൈഡിനെ എനിക്ക് എങ്ങനെ കൊടുക്കാം, ലെഫ്റ്റ് സൈഡ് റോൺസ്കിയൻ ഓഫ് u ഓഫ് കൈ വി ഓഫ് കൈ ആണ്. സോ റോൺസ്കിയൻ ഓഫ് u ഓഫ് കൈ വി ഓഫ് കൈ ഇസ് ഈക്വൽ ടു a ബൈ പി ഓഫ് കൈ എന്ന് വരും. ഇതിൽ നിന്ന് a എനിക്ക് എങ്ങനെ എഴുതാം, p ഓഫ് കൈ ഇൻറ്റു റോൺസ്കിയൻ ഓഫ് u ഓഫ് കൈ വി ഓഫ് കൈ.
സോ യുവും വിയും കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഓൺസ്കിയൻ ഇവാലുവേറ്റ് ചെയ്യുക. നമുക്ക് പി ഓഫ് എക്സ് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലുണ്ട്, അതിന് പകരം ഖൈ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ പി ഓഫ് ഖൈ കിട്ടും. സോ അതിൽ നിന്ന് എ നമുക്ക് എഴുതാം അതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് ആയിട്ട്. സോ ഈ എയുടെ ഫോമിലേയും അറിഞ്ഞിരിക്കണം. എ ഈസ് പി ഓഫ് ഖൈ ഇൻറ്റു ഓൺസ്കിയൻ ഓഫ് യു ഓഫ് ഖൈ വി ഓഫ് ഖൈ. ഓക്കെ, സോ യൂസിങ് ഗ്രീൻസ് ഫംഗ്ഷൻ ദ സൊല്യൂഷൻ ഓഫ് ദ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. സോ ഇനി ഗ്രീൻസ് ഫംഗ്ഷൻ നമുക്ക് കിട്ടി. അങ്ങനെ ആണെങ്കിൽ സൊല്യൂഷൻ ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഈ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. എൽ വൈ പ്ലസ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0, ആൽഫ വൈ ഓഫ് എ പ്ലസ് ബീറ്റ വൈ ഡാഷ് ഓഫ് എ ഈക്വൽ ടു 0, alpha y of b plus beta y dash of b equal to 0, where alpha and beta are not simultaneously 0. അതിൽ ആൽഫയും ബീറ്റയും രണ്ടും ഒരുമിച്ച് 0 ആകാൻ പറ്റില്ല. കാരണം അങ്ങനെ ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസും ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരെണ്ണത്തിന് 0 ആകാൻ കുഴപ്പമില്ല, പക്ഷെ രണ്ടും സൈമൾട്ടേനിയസ്ലി 0 ആകാൻ പാടില്ല. ഓക്കെ, സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനെ എനിക്ക് എങ്ങനെ എഴുതാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രീൻസ് ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൊല്യൂഷൻ എഴുതുന്നത് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ്? ജി ഓഫ് എക്സ് കൈ എക്സിസ്റ്റ് ചെയ്താൽ സൊല്യൂഷൻ എങ്ങനെ എഴുതും? y of x is integral a to b g of x chi phi of chi d chi. phi is a function of x മാത്രമാണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ കിട്ടും. അല്ലെങ്കിൽ y of x ന്റെ കൂടെ ഫംഗ്ഷൻ ആണ് phi എങ്കിൽ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ എക്സ്പ്രഷൻ ആണ് ഞാൻ ജസ്റ്റ് അടുത്ത എഴുതിയിരിക്കുന്നത്. So the solution is given by y of x is equal to integral a to b g of x chi phi of chi d chi. ഇവിടെ g of x chi യുടെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. g of x chi ഇപ്പൊ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ഇന്റർവെൽ ആക്കണം. എക്സ് ലെസ് ദാൻ ഖൈയും എക്സ് ഗ്രേറ്റർ ദാൻ ഖൈയും വരല്ലേ. നമ്മുടെ ഇന്റർവെൽ എ ടു ബി ആണ് അവിടെ കിടക്കുന്നത്. സോ നമ്മൾ ഖൈ എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ചിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇവിടെ എഴുതുമ്പോൾ ഖൈ വെച്ച് സ്പ്ലിറ്റ് ചെയ്യില്ല, കാരണം ഇവിടെ ഡി ഖൈ ആണ് കിടക്കുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട വിത്ത് റെസ്പെക്ട് ടു ഖൈ. സോ നിങ്ങൾ എക്സ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ എ ടു ബി എന്ന് പറയുന്ന ഇന്റർവെലിനെ എ ടു എക്സ്, എക്സ് ടു ബി എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ ജി ഓഫ് എക്സ് കൈയുടെ വാല്യൂ ഏത് ഇന്റർവെലിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. എ ടു എക്സ് എന്ന് പറയുന്ന ഇന്റർവെല് ഖൈ ഡി ഖൈ അല്ലേ ഇവിടെ, അതായത് ഖൈ ലൈസ് ബിറ്റ്വീൻ ദ റേഞ്ച് എ ആൻഡ് എക്സ് എന്ന് വരുക. ഖൈ ലൈസ് ബിറ്റ്വീൻ ദ റേഞ്ച് എ ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടെ നോക്കുക. ഖൈ ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഖൈ ഈസ് ലെസ് ദാൻ എക്സ് അല്ലേ ഇവിടെ. സോ ആ ഗ്രീൻസ് ഫംഗ്ഷൻ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഖൈ ലെസ് ദാൻ എക്സ് ആവുന്നത് എവിടെയാണ്? ഈ രണ്ടാമത്തെ കണ്ടീഷനിലാണ്. ഖൈ എക്സ് ഗ്രേറ്റർ ദാൻ ഖൈ അഥവാ ഖൈ ലെസ് ദാൻ എക്സ് എന്നല്ലേ വരിക. സോ ഈ ഗ്രീൻസ് ഫംഗ്ഷൻ വേണം ആദ്യത്തെ ഇന്റർവെല്ലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. -1/a u of ഖൈ v of x. So -1/a u of ഖൈ v of x into phi of ഖൈ അതുപോലെ d ഖൈ പ്ലസ് അടുത്ത ഇന്റർവെൽ ഫ്രം x to b. അവിടെ നിങ്ങൾ ആദ്യത്തെ ആ ഗ്രീൻസ് ഫംഗ്ഷന്റെ സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -1/a u of x v of ഖൈ phi of ഖൈ d ഖൈ. ഇനി ഈ രണ്ട് ഇന്റർവെല്ലിലും -1/a ഉണ്ട്, അത് കോൺസ്റ്റന്റ് ആണ്, എനിക്ക് ഔട്ട്സൈഡ് എടുക്കാം. -1/a ഔട്ട്സൈഡ് എടുത്തിട്ട് രണ്ട് ഇന്റർവെല്ലിന്റെ സം വരും. സോ ഇതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് സൊല്യൂഷൻ കിട്ടും phi of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. സോ ഇവിടെ ഒന്നുകൂടെ ഞാൻ പറയാം, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, ശ്രദ്ധിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം. ഇപ്പം ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതിന്റെ ജനറൽ മെത്തേഡാണ് പറഞ്ഞത്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതേ രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവാണ്. സോ ഈ എൽ വൈ പ്ലസ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം. എൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ്, പി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് എന്നാണ് അത് വരിക. ഓക്കെ, അതേപോലെ ബൗണ്ടറി കണ്ടീഷൻസ് ഇങ്ങനെ വരും. ആൽഫ വൈ ഓഫ് എ പ്ലസ് ബീറ്റ വൈ ഡാഷ് ഓഫ് എ ഈക്വൽ ടു 0, അതേപോലെ ആൽഫ വൈ ഓഫ് ബി പ്ലസ് ബീറ്റ വൈ ഡാഷ് ഓഫ് ബി ഈക്വൽ ടു 0. ഇനി ഗ്രീൻസ് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു യുവും വിയും കണ്ടുപിടിക്കണം. ഇതേപോലെ യു ആയിട്ട് എടുക്കുന്നത് എന്താണ്? നമ്മൾ എൽ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുക. എൽ വൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എൽ വൈ പ്ലസ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. അതിൽ ആ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന പാർട്ട് എടുത്ത് കളഞ്ഞാൽ എൽ വൈ ഈക്വൽ ടു 0 കിട്ടും. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടും. അതിൽ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ യു എന്ന് വിളിക്കുക, സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ വി എന്ന് വിളിക്കുക. ഓക്കെ, സോ യുവും വിയും അറിഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഫോർമുല ഇതാണ്. ഈ ഗ്രീൻസ് ഫംഗ്ഷൻ ജനറൽ ആയിട്ട് എഴുതിയത് ജി ഓഫ് എക്സ് കൈ ഈസ് -1/a യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് കൈ. യുവും വിയും അറിഞ്ഞാൽ മതി, നമുക്ക് ഇവിടുന്ന് കിട്ടും. സോ യു ഓഫ് എക്സ് വി ഓഫ് കൈ വെൻ എക്സ് ഇസ് ലെസ് ദാൻ കൈ, അതേപോലെ -1/a യു ഓഫ് കൈ വി ഓഫ് എക്സ് വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ കൈ.
ഇതിൽ എ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് കൂടെ അറിയണം. എ ഈസ് എന്താണ്? പി ഓഫ് ഖൈ ഇൻറ്റു റോൺസ്കിയൻ ഓഫ് യു ഓഫ് ഖൈ ബി ഓഫ് ഖൈ. സോ നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ കിട്ടി. ഇനി സൊല്യൂഷൻ എഴുതാനായിട്ട് ദേ ഈ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത്. സോ y of x is equal to integral a to b g of x chi phi of chi d chi. ഇതാണ് സൊല്യൂഷൻ. ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. അതായത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റ്, പിന്നെ G1 ഉം G2 ഉം കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അതിനുശേഷം ഗ്രീൻസ് ഫംഗ്ഷന്റെ ജനറൽ ഫോം, അതിൽ എ എന്ന് പറയുന്നത് പി ഓഫ് ഖൈ ഇൻറ്റു റോൺസ്കിയൻ ഓഫ് ഡബ്ല്യു ഓഫ് ഖൈ റോൺസ്കിയൻ ഓഫ് യു ഓഫ് ഖൈ വി ഓഫ് ഖൈ, പിന്നെ സൊല്യൂഷൻ എഴുതുന്ന ഫോർമുല. ഇത്ര അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു പ്രോബ്ലം നോക്കാം. ട്രാൻസ്ഫോം ദി പ്രോബ്ലം d square y by dx square plus xy equal to 1, y of 0 equal to y of 1 equal to 0. Okay, to the integral equation. So ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാനാണ്, ഇന്റഗ്രൽ ഇക്വേഷൻ ആക്കാനാണ് ചോദ്യം. To the integral equation y of x is equal to integral 0 to 1 g of x chi into chi y of chi d chi minus half x into 1 minus x, where g of x chi is equal to x into 1 minus chi where x is less than chi, and g of x chi is equal to chi into 1 minus x when x is greater than chi. Okay. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് ഇന്റഗ്രൽ ഇക്വേഷൻ ആക്കാനാണ് ചോദ്യം. പക്ഷേ ഇന്റഗ്രൽ ഇക്വേഷനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കെ ഓഫ് എക്സ് ഖൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ല. ഈ ഇന്റഗ്രലിനകത്ത് ജി ഓഫ് എക്സ് ഖൈ ആണ് വന്നിരിക്കുന്നത്, ഗ്രീൻസ് ഫംഗ്ഷൻ ആണ് വന്നിരിക്കുന്നത്. സോ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുന്ന മെത്തേഡിലേക്ക് പോവുക. ആ രീതിയിലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല. ആദ്യം പഠിച്ച മെത്തേഡിലാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന കെ ഓഫ് എക്സ് ഖൈ ആയിരിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ ഗ്രീൻസ് ഫംഗ്ഷൻ ആണ് ഇന്റഗ്രലിനകത്ത്. സോ നമ്മൾ രണ്ടാമത് സോൾവ് ചെയ്യാൻ ഇപ്പൊ പഠിച്ച രീതിയിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാൻ, നമുക്ക് ഇന്റഗ്രൽ ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ഇന്റഗ്രൽ ഇക്വേഷൻ കിട്ടാൻ കാരണം ഇവിടെ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് y വരുന്നതുകൊണ്ടാണ് ഇത് ഇന്റഗ്രൽ ഇക്വേഷൻ ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ സൊല്യൂഷനെ ഈ ഗ്രീൻസ് ഫംഗ്ഷൻ വഴി കിട്ടുകയുള്ളായിരുന്നു. ഓക്കെ, സോ ഇവിടെ ഇനി ഏതാണ് ഈ എൽ ഓഫ് വൈ, ഏതാണ് ഫൈ ഓഫ് എക്സ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. ഒരു പ്രോബ്ലം കാണുമ്പോഴേ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സോ ഇതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എൽ വൈ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്തത്? ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു ഡി വൈ. ജനറൽ ഫോം നോക്കുക. ഓക്കെ, ജനറൽ ഫോം നോക്കുക. എൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ക്യൂ. സോ ഇവിടെ നമ്മളിങ്ങനെ നോക്കിയാൽ ഇങ്ങനെയായിരിക്കും അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്നത്. സോ ഇവിടെ ജസ്റ്റ് ഒരു നമ്മുടെ പ്രോബ്ലത്തിൽ ഒരു ജസ്റ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പി ഓഫ് എക്സ് 1 ആയിരിക്കും. പി ഓഫ് എക്സിന്റെ പ്ലേസിൽ ഒന്നുമില്ല, കാരണം ഈ രണ്ടാമത്തെ ഡി പി ബൈ ഡി എക്സ് ഒന്നും അവിടെ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അതേപോലെ ഡി വൈ ബൈ ഡി എക്സിന്റെ ടേം ഇല്ല. ശ്രദ്ധിക്കാം, നമ്മൾ ഈ എൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് വരുന്നൊരു ടേം വരും. പിന്നെന്താണ് ഡി ബൈ ഡി എക്സ്, അതായത് വൈ ഓഫ് എൽ ഓഫ് വൈ എടുക്കുമ്പോൾ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് വരും. സോ ഡി വൈ ബൈ ഡി എക്സിന്റെ ഒരു ടേം വരും, പിന്നെ ഒരു ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും വരും. എന്നാൽ പിന്നെ ഒരു ഫൈ ഓഫ് എക്സ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ ഒരു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന്റെ ടേം മാത്രമേ ഉള്ളൂ. കണ്ട, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന്റെ ടേം മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത് വൈ ഡാഷ് ഓഫ് എക്സിന്റെ ടേം ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പി ഓഫ് എക്സ് ആയിട്ട് 1 ആയിരിക്കും വരിക. കാരണം എൽ വൈ ഞാൻ എടുക്കുമ്പോൾ എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ്, അതേപോലെ ക്യൂ ഓഫ് എക്സ് ഇവിടെ 0 ആണ്. ഇവിടെ വന്നിരിക്കുന്ന ഈ ടേം എക്സ് വൈ എന്ന് പറയുന്നത്, പിന്നെ ഈ 1നെ ഞാൻ ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. കാരണം എൽ വൈ പ്ലസ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഇവിടെ ഫൈ ഓഫ് എക്സിന്റെ പ്ലേസിൽ വരുന്നതാണ് എന്ത്, എക്സ് വൈ മൈനസ് 1. ഓക്കെ, അതേപോലെ പി ഓഫ് എക്സ് ഇവിടെ 1 ആണ്, ക്യൂ ഓഫ് എക്സ് ഇവിടെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എൽ വൈ എടുക്കുമ്പോൾ എന്ത് വരും, ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു എൽ വൈ ആണ്. സോ പി ഓഫ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് 0. പി ഓഫ് എക്സ് 1 ആണ്, അതുകൊണ്ടാണ് 1 ഇൻറ്റു എന്ന് എഴുതാത്തത്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. സോ ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എൽ വൈ. ബാക്കിയുള്ള ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് ആണ്. ഫൈ ഓഫ് എക്സ് ഇവിടെ എന്താണ്, എക്സ് വൈ മൈനസ് 1, അഥവാ എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് മൈനസ് 1. സോ ഇത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. എൽ വൈ എന്താണ്, ഫൈ ഓഫ് എക്സ് എന്താണ്, അതേപോലെ പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇനി ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ, അഥവാ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു എൽ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആദ്യം സോൾവ് ചെയ്യണം നിങ്ങൾ. എൽ വൈ ഈക്വൽ ടു 0 ഇവിടെ എന്താണ്, എൽ വൈ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഓക്സിലറി ഇക്വേഷൻ എഴുതിയാൽ എങ്ങനെ എഴുതും,
m square equal to 0 എന്ന് പറഞ്ഞു എഴുതും. m square equal to 0 means m equal to 0, 0. സോ നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അഥവാ സൊല്യൂഷൻ എഴുതിയാൽ എന്ത് എഴുതും? രണ്ട് സൊല്യൂഷൻ സെയിം ആണ്, 0, 0 ആണ് വരുന്നത്. സോ c1 plus c2x into e raised to 0x എന്ന് വരും. ദാറ്റ് ഈസ് c1 plus c2x എന്ന് വരും. അങ്ങനെ ആണെങ്കിൽ ഈ ly equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എനിക്ക് കിട്ടിയത് c1 plus c2x. ഓക്കെ, സോ ഇതിന്റെ രണ്ട് സൊല്യൂഷൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഈ c1 ഉം c2 ഇതിന്റെ കൂടെ കിടക്കുന്ന ഫങ്ഷൻസ് ആണ് അതിന്റെ സൊല്യൂഷൻ. ശരിക്കും 1 ഇവിടെ y ആയിട്ട് ഞാൻ 1 എടുത്താലും d square by dx square 0 ആയിരിക്കും. y ആയിട്ട് x എടുത്താലും d square by dx square 0 ആയിരിക്കും. ഈ കോഎഫിഷ്യൻസ് c1 c2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ്സിന്റെ കൂടെ കിടക്കുന്ന ഫംഗ്ഷൻ ആണ് സൊല്യൂഷൻസ്. സോ സൊല്യൂഷൻ സെറ്റ് എനിക്ക് എങ്ങനെ എഴുതാം? സൊല്യൂഷൻസ് ആർ 1. c1 ന്റെ കൂടെയുള്ള ഫംഗ്ഷൻ 1 അല്ലേ? സോ 1 ഉം അതേപോലെ c2 ന്റെ കൂടെയുള്ള ഫംഗ്ഷൻ x ഉം. സോ 1 ഉം x ഉം ആണ് ഈ ly equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് സൊല്യൂഷൻസ്. ഇനി എനിക്ക് ഐഡന്റിഫൈ ചെയ്യണം ഇതിനകത്ത് u ഏതാണ് v ഏതാണെന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു u എന്ന് പറയുന്ന ഏതാണ്? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ ആണ് u. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നോക്കാം. ഇവിടെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? y of 0 equal to 0 യും y of 1 equal to 0. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ മീൻസ് ചെറിയ പോയിന്റ് ഏതാണ് ഇതില്? 0 അല്ലേ? സോ y of 0 equal to 0 ആണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, സോ അതാണ് u of x is the solution of ly equal to 0 satisfying first boundary condition y of 0 equal to 0. നിങ്ങൾ ഇതിൽ 1 ഉം x ഉം ഇതാണ് ly equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ്. ഇതിൽ 1 ആണോ x ആണോ ഇതിൽ ഏത് ചൂസ് ചെയ്താൽ y ആയിട്ട് ഞാൻ ഇതിൽ ഏത് ചൂസ് ചെയ്താൽ y of 0 equal to 0 ആവും. y of x ആയിട്ട് ഞാൻ x എടുത്താലല്ലേ y of 0 0 ആവത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ u of x ആണ് ഈ ly equal to 0 യുടെ സൊല്യൂഷൻ സാറ്റിസ്ഫൈങ് ഈ ബൗണ്ടറി കണ്ടീഷൻ ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് y ക്ക് പകരം. സോ u of x ആണെങ്കിൽ u of x ആയിട്ട് ഞാൻ ഇതിൽ ഏത് ഫംഗ്ഷനെ എടുക്കണം? x നെ എടുക്കണം. 1 നെ എടുത്താൽ 0 ആവുമോ? y ആയിട്ട് 1 എന്ന് പറഞ്ഞ് എടുത്താൽ y of 0 എന്താണ്? 1 തന്നെയാണ്. സോ അതുകൊണ്ട് u of x എന്ന് പറയുന്നത് x ആണ്. ഇത് u of x ചൂസ് ചെയ്യുന്ന മനസ്സിലായോ? ഓക്കെ, ഇനി സെക്കൻഡ് v of x നമ്മൾ ചൂസ് ചെയ്യുന്നത് v of x is the solution of ly equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈങ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്തായിരുന്നു? y of 1 equal to 0. സോ ഈ 1 ഉം x എന്ന് പറയുന്ന ഫംഗ്ഷനിൽ y ആയിട്ട് ഞാൻ ഏത് 1 x ഏത് ചൂസ് ചെയ്താൽ y of 1 0 ആവും? y of x ആയിട്ട് 1 എടുത്തു കഴിഞ്ഞാൽ y of 1 ഉം എന്ത് തന്നെയാണ് വരിക? 1 തന്നെയാണ് വരിക. ഓക്കെ, അതേപോലെ y of x ആയിട്ട് x ചൂസ് ചെയ്താൽ y of x equal to x ആണെങ്കിൽ y of 1 എന്താ വരിക? 1 ആണ് വരിക. സോ അത് രണ്ടിനും 0 ആവുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സൊല്യൂഷൻസും ഈ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലാത്ത കേസിൽ നമ്മൾ ഇതിന്റെ ഏതെങ്കിലും ലീനിയർ കോമ്പിനേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കുക. 1ന്റെയും x-ന്റെയും ഏതെങ്കിലും ഒരു ലീനിയർ കോമ്പിനേഷൻ ഈ അതും സൊല്യൂഷൻ ആണല്ലോ. 1 ഉം x ഉം സൊല്യൂഷൻ ആണെങ്കിൽ 1ന്റെയും x-ന്റെയും എല്ലാ ലീനിയർ കോമ്പിനേഷനും സൊല്യൂഷൻസ് ആണ്. സോ അതിന്റെ ഏതെങ്കിലും ഒരു ലീനിയർ കോമ്പിനേഷൻ നിങ്ങൾ നോക്കുക സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. ഇപ്പൊ ഞാൻ 1 മൈനസ് എക്സ് ഇതിന്റെ രണ്ടിന്റെയും കൂടെ 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു എക്സ് ആണ് 1 മൈനസ് എക്സ്. സോ 1 മൈനസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? y ഓഫ് എക്സ് ആയിട്ട് 1 മൈനസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ y ഓഫ് 1 എന്ത് വരും? 1 മൈനസ് 1. അത് 0 ആയില്ലേ? സോ എനിക്ക് എങ്ങനെ എടുക്കാം? 1 മൈനസ് എക്സ്. സോ v ആയിട്ട് എനിക്ക് എങ്ങനെ എടുക്കുന്നു? 1 മൈനസ് എക്സ് ആണ്. ഈ 1 മൈനസ് എക്സ് മാത്രമല്ല, നിങ്ങളിപ്പോ എക്സ് മൈനസ് 1 എടുത്തോ, y ഓഫ് എക്സ് ആയിട്ട് എക്സ് മൈനസ് 1 എടുത്താലും y ഓഫ് 1 എന്ത് വരും? 1 മൈനസ് 1 0 വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് എക്സ് മൈനസ് 1 ചൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഫൈനൽ സൊല്യൂഷൻ സെയിമേ വരുള്ളൂ. എനിവേ ഞാനിവിടെ v ഓഫ് എക്സ് ആയിട്ട് 1 മൈനസ് എക്സ് ചൂസ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളിപ്പോ ഒരാൾ എക്സ് മൈനസ് 1 ചൂസ് ചെയ്ത് പോയാലും പ്രശ്നമൊന്നുമില്ല, ഫൈനൽ സൊല്യൂഷൻ എഴുതുമ്പോൾ സെയിമേ വരുള്ളൂ. ഓക്കെ, സോ v ഓഫ് എക്സ് ആയിട്ട് 1 മൈനസ് എക്സ് എടുക്കുന്നു. സോ എനിക്ക് u ഓഫ് എക്സും കിട്ടി, v ഓഫ് എക്സും കിട്ടി. നെക്സ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ ഹോൺസ്കിയൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഹോൺസ്കിയൻ ഓഫ് u ഓഫ് ഖൈ v ഓഫ് ഖൈ. സോ അതെങ്ങനെ എഴുതുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് u ഓഫ് ഖൈ v ഓഫ് ഖൈ, സെക്കൻഡ് റോ u ഡാഷ് ഓഫ് ഖൈ v ഡാഷ് ഓഫ് ഖൈ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. u ഓഫ് എക്സും v ഓഫ് എക്സും ഉണ്ട്. u ഓഫ് എക്സിന് പകരം എക്സിന് ഖൈ കൊടുക്കുന്നതാണ് u ഓഫ് ഖൈ. സോ എന്ത് വരും? u ഓഫ് ഖൈ ഇസ് ഖൈ ആൻഡ് v ഓഫ് ഖൈ ഇസ് 1 മൈനസ് ഖൈ. അടുത്ത സ്റ്റെപ്പിൽ അതിന്റെ ഡെറിവേറ്റീവ്സ് എഴുതിയിരിക്കുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? minus chi minus of 1 minus chi, that is minus chi minus 1 plus chi. Minus chi and plus chi get cancel, minus 1 എന്ന് കിട്ടും ഹോൺസ്കിയന്റെ വാല്യൂ. ഇനി എയുടെ ഫോർമുല പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പി ഓഫ് ഖൈ ഇൻറ്റു ഹോൺസ്കിയൻ ഓഫ് യു ഓഫ് ഖൈ വി ഓഫ് ഖൈ. ഈ പി ഓഫ് ഖൈ എന്ത് വരും? പി ഓഫ് ഖൈ എന്ന് പറയുന്നത്, അതിനാണ് ഞാൻ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പി ഓഫ് എക്സ് എന്നാണ് ആദ്യമേ എഴുതിയത്. പി ഓഫ് എക്സ് 1 ആണ്. എക്സിന് പകരം ഖൈ കൊടുത്താൽ പി ഓഫ് ഖൈ കിട്ടും. പി ഓഫ് ഖൈ എന്ത് തന്നെയാണ്? അപ്പോൾ 1 തന്നെയാണ്. സോ
A നമുക്ക് കണ്ടുപിടിക്കാം. A is equal to P of chi യും 1, Wronskiന്റെ വാല്യൂ ഇപ്പോൾ -1 എന്ന് കിട്ടി. സോ 1 into -1 -1. A is a constant ആണെന്ന് പറഞ്ഞിരുന്നു. കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ കിട്ടിയ -1. ഇനി g of x chi ഗ്രീൻസ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു ഈ ഫോർമുല കാണാതെ പഠിക്കണം. ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. -1 by a u of x v of chi when x is less than chi -1 by a u of chi v of x. ഈ ഒരെണ്ണം ഫസ്റ്റ് പാർട്ട് മാത്രം പഠിച്ചാൽ മതി. സെക്കൻഡ് പാർട്ടിൽ ഖൈയും എക്സും തമ്മിൽ ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ മാത്രം മതി. ഇവിടെ -1 by a u of chi v of x എന്ന് വരും. പക്ഷെ ഇവിടെ x ലെസ് ദാൻ ഖൈയും x ഗ്രേറ്റർ ദാൻ ഖൈ ആണ് കണ്ടീഷൻസ്. ഓക്കെ, സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എയുടെ വാല്യൂ കിട്ടി -1. u of x നമുക്കറിയാം, v of x അറിയാം. എവിടെയാണ് ഖൈ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത് അവിടെ പകരം ഖൈയിലുള്ളത് കൊടുക്കാം. സോ എന്ത് വരും? -1 by എയുടെ വാല്യൂ -1. u of x is x. v of chi ആണ്. v of x 1 minus x. സോ v of chi എന്ത് വരും? 1 minus chi when x is less than chi. അതേപോലെ അടുത്തത് -1 by എയുടെ വാല്യൂ -1. u of x x ആണെന്നറിയാം. അപ്പൊ u of chi എന്ത് വരും? chi. അതേപോലെ v of x 1 minus x. സോ chi into 1 minus x. അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ട് എഴുതാൻ ഇവിടെ x ന് പകരം chi വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, when x is greater than chi. -1 by -1 ക്യാൻസൽ ആവും. ഇവിടെ ഒരു -1 ആണ് കേട്ടോ. ഞാൻ വെറുതെ 1 എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ ആ -1 ആണ് വരുന്നത്. ഓക്കെ, സോ -1 -1 രണ്ടിടത്തും പോകും. -1 by -1 1 ആവും. സോ x into 1 minus chi when x is less than chi, chi into 1 minus x when x is greater than chi. സോ ഇതാണ് ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടോ? x into 1 minus chi when x is less than chi, chi into 1 minus x when x is greater than chi. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഗ്രീൻസ് ഫംഗ്ഷൻ. ഇനി സൊല്യൂഷൻ എഴുതുക. ഓക്കെ, സോ സൊല്യൂഷൻ എഴുതാൻ പോവാണ്. Solution is y of x is equal to, ഞാൻ പറഞ്ഞു ആ ഫോർമുല പഠിക്കണം. Integral from a to b g of x chi phi of chi d chi. So integral from a to b ഇവിടെ എന്താണ്? രണ്ട് ബൗണ്ടറി പോയിന്റ്സ് 0 ഉം 1 ഉം ആയിരുന്നു. So 0 to 1 g of x chi phi of chi d chi. That is integral from 0 to 1 g of x chi. ഇനി phi of chi എന്താണ്? Phi of chi എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ phi of x എഴുതി വെച്ചിരുന്നു. x into y of x minus 1 ആണ്. So phi of chi എന്ത് വരും? x ന് പകരം chi കൊടുത്താൽ chi into y of chi minus 1. സോ അതാണ് ഇവിടെ എഴുതുന്നത്. കണ്ടോ? phi of chi is chi into y of chi minus 1. ഇനി ഇവിടെ എനിക്ക് ഈ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 g of x chi into chi y of chi d chi മൈനസ് ഇന്റഗ്രൽ ഫ്രം 0 to 1 g of x chi d chi. ഈ ഫസ്റ്റ് ഇന്റഗ്രൽ നോക്കിയേ നിങ്ങൾ, അതിനകത്ത് y of chi വരുന്നുണ്ട്. സോ അല്ലെങ്കിൽ നമ്മുടെ phi of x നകത്ത് ഇവിടെ y വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷനെ കിട്ടും, സൊല്യൂഷൻ കിട്ടില്ല. ഇതിൽ തന്നെ ഫസ്റ്റ് ഇന്റർവൽ നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയപ്പോൾ ഫസ്റ്റ് ഇന്റർവെലിൽ മാത്രമേ y of chi വരുന്നുള്ളൂ. സോ ഈ ഇന്റർവെൽ അതുപോലെ തന്നെ ഈ ഇന്റഗ്രൽ നമ്മൾ ഇങ്ങനെ അതുപോലെ തന്നെ എഴുതി പോകും. പക്ഷെ സെക്കൻഡ് ഇന്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇന്റഗ്രൽ ആണ്. ഓക്കെ, സോ എന്താണ്? ഫസ്റ്റ് ഇന്റഗ്രൽ അതുപോലെ തന്നെ എഴുതി മൈനസ് ഇന്റഗ്രൽ 0 to 1 g of x chi d chi. പക്ഷെ g of x chi ഈ 0 to 1 എന്ന ഇന്റർവെല്ലിൽ നമ്മൾ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അതിനെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ ജനറൽ ഫോം എഴുതിയപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് കാണിച്ചായിരുന്നു. 0 to x അല്ലെങ്കിൽ a to x x to b ആയിരുന്നു. സോ ഇവിടെ എങ്ങനെ എഴുതും? 0 to x x to 1. 0 to x ലെ g of x chi എന്താ വരിക? 0 to x എന്ന് പറയുമ്പോൾ chi is less than x ആണ്. chi less than x എന്ന് പറയുന്നത് ഈ സെക്കൻഡ് കണ്ടീഷൻ ആണ് വരുന്നത്. സോ ഈ സെക്കൻഡ് വാല്യൂ g of x chi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. chi into 1 minus x. നോക്കുക, chi into 1 minus x. രണ്ടാമത്തെ ഇന്റർവെല്ലിൽ ആദ്യത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, x into 1 minus chi. സോ ഫസ്റ്റ് ഇന്റഗ്രൽ അതുപോലെ തന്നെ എഴുതി മൈനസ്. നമുക്ക് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു d chi ആണ്, chi ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ 1 minus x is a constant, അത് ഔട്ട് സൈഡ് എടുക്കുന്നു. ഇന്റഗ്രൽ chi d chi എന്ത് വരും? chi square by 2 from 0 to x. പ്ലസ് അടുത്ത ഇന്റഗ്രൽ x കോൺസ്റ്റന്റ്, അത് ഔട്ട് സൈഡ് എടുക്കുന്നു. 1 minus chi ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? chi minus chi square by 2 from x to 1. നെക്സ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 minus x into ഇത് എന്ത് വരും? x square by 2 minus 0. സോ 1 minus x into x square by 2 എന്ന് വരും. പ്ലസ് x into ആദ്യം ഇതിന് 1 കൊടുക്കുമ്പോൾ 1 minus 1 by 2 വരും. മൈനസ് ഓഫ് x കൊടുക്കുമ്പോൾ x minus x square by 2. സോ ഇത് സിംപ്ലിഫൈ ആണ് അടുത്ത സ്റ്റെപ്പിൽ. ഇവിടെ ഈ x square by 2 വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? x square by 2 minus x cube by 2. x square by 2 minus x cube by 2 plus x into ഈ 1 minus 1 by 2 എന്നുള്ളത് 1 by 2 ആവും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ 1 by 2 minus x plus x square by 2 എന്ന് കിട്ടും. 1 by 2 minus x plus x square by 2. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ ഈ x into ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. സോ എന്ത് വരും? ഇത് x by 2 minus x square plus x cube by 2. സോ ഈ minus x cube by 2 plus x cube by 2 ക്യാൻസൽ ആവും.
അതേപോലെ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, അത് മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു എന്ന് കിട്ടും. സോ ബാക്കി വരുന്ന എക്സ് ബൈ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു. ഈ ടേമിൽ നിന്ന് ഞാൻ ഇവിടെ ഒരു 1/2 എക്സ് ഔട്ട് സൈഡ് എടുക്കാം. സോ എന്ത് വരും, മൈനസ് 1/2 എക്സ് ഔട്ട് സൈഡ് എടുത്ത് എന്ത് വരും, 1 മൈനസ് എക്സ് എന്ന് വരും. സോ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. നോക്കുക, ഇന്റഗ്രൽ 0 to 1 g of x ഹൈ y of d ഹൈ മൈനസ് എക്സ് ബൈ ടു ഇൻറ്റു 1 മൈനസ് എക്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു കണ്ടോ, ടു ദി ഇന്റഗ്രൽ ഇക്വേഷൻ. കണ്ടോ, ഇവിടെ ഈ തന്നിരിക്കുന്നത് തന്നെയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. ഓക്കെ, സോ ആക്ച്വലി ഇതിനകത്ത് y ഓഫ് k ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ ഇതിനകത്ത് y ഓഫ് k വരില്ല. നമ്മൾ ഈ സെക്കൻഡ് പാർട്ട് ചെയ്ത പോലെ മാത്രമേ നമുക്ക് വരത്തുള്ളായിരുന്നു. കണ്ടോ, ഇവിടെ ഈ y ഓഫ് k ഇല്ലെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് പാർട്ട് ചെയ്ത പോലെ മാത്രമേ, ഫൈ ഓഫ് എക്സിലെ y ഓഫ് k ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്ത് ഇപ്പൊ കണ്ടോ ഈ സെക്കൻഡ് പാർട്ട് നമുക്ക് അവിടെ കിട്ടിയത് ഒരു എക്സിന്റെ ഫംഗ്ഷനിൽ ഇതുപോലെ നമുക്ക് സൊല്യൂഷൻ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ഇന്റർവലിനകത്ത് y ഓഫ് k ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്, ഇന്റഗ്രൽ ഇക്വേഷൻ ആയിട്ട് കിട്ടുക. സോ ഇതൊരു ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ അല്ലേ, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആയിരുന്നു ഇവിടെ കിട്ടിയത്. നോക്കുക, ഒരു ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ അല്ലേ. സോ ഇവിടെ കേർണൽ ഓഫ് ഖൈ എന്ന് പറയുന്ന ഇവിടെ g ഓഫ് എക്സ് ഖൈ ഇൻറ്റു ഖൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് വന്നിരിക്കുക. ഇന്റഗ്രൽ a to b k ഓഫ് എക്സ് ഖൈ ഇൻറ്റു y ഓഫ് k d ഖൈ അല്ലേ ജനറൽ ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ ഫോം. ആ k ഓഫ് എക്സ് ഖൈ എന്ന് പറയുന്ന ഇവിടെ g ഓഫ് എക്സ് ഖൈ ഇൻറ്റു ഖൈ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്, നമ്മൾ ഇന്റഗ്രലിന് പുറത്തുള്ള ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് മൈനസ് എക്സ് ബൈ ടു ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഇവിടെ നമുക്ക് കിട്ടിയത് കറസ്പോണ്ടിങ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ ആണ്.